ശേഷം ഈ ആദ്യമായിട്ട് ഒരു ലൈൻ വരക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ വരച്ച് കൊടുത്ത് നെക്സ്റ്റ് ആ കേർവിൻ്റെ ആ ഭാഗത്ത് നിന്ന് ആ പോയിന്റിലേക്ക് സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിലും ആ പോയിന്റിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക് പീസ് കൂടിയിട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഇതിന് എഫ് എന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കാം. ഇതിന് ബാക്ക് പീസിന് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൂടി ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് 2 ഇഞ്ച് ആ കേർവ് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ അടുത്ത് ടേപ്പ് വെച്ചിട്ട് ആ കേർവ് ഒന്ന് വലുതാക്കി കൊടുക്കാം. 2 ഇഞ്ച് വലുതാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ആ കേർവ് വലുതാക്കിയിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. അതിന് താഴെ ബോട്ടമിന്റെ ഭാഗത്ത് 1 ഇഞ്ച്, അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ആ ലൈൻ വലുതാക്കിയിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ബാക്ക് പാർട്ടിന് വേറൊന്നും ചേഞ്ചസ് ചെയ്യാനില്ല. ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാർക്കിങ്സ് കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ആദ്യം കട്ട് ചെയ്യണം. പിന്നെ ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം, പിന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിസേഴ്സ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മുമ്പോട്ട് നമ്മൾ ലൈൻ വരച്ചില്ലേ മാർക്ക് ചെയ്തിട്ട്, ആ ലൈനിൽ കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈന് സ്ട്രെയിറ്റ് ഇല്ലേ ഫോൾഡ് ചെയ്ത ഭാഗത്തിൽ അവിടെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലത്തെ 2 പീസ് ബാക്കിലത്തെ 2 പീസ് അങ്ങനെ 2 ആയിട്ട് മാറ്റി വെക്കാം. ബാക്കിൽ നിന്ന് എടുത്ത 2 പീസ് അതിൽ ബാക്ക് എന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ എഫ് എഴുതിയിട്ട് അത് ആദ്യം വെച്ച 2 പീസ് അതിലുള്ള ആ ലൈന് കൂടിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ഞാൻ ഇവിടെ കാണിച്ചു തന്നു. നമുക്ക് 2 പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.